18-19 രാത്രി ഇടയ്ക്കുള്ള രാത്രി സമയത്ത് 2 വയസ്സുള്ള ഒരു പെൺകുട്ടി മിസ്സിംഗായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിലെ ഒരു 15-16 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി തൊട്ടടുത്ത ഒരു 6 കിലോമീറ്ററിനകത്ത് ഉള്ള ഡിസ്റ്റൻസിൽ റെയിൽവേ ട്രാക്കിനടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഇപ്പോൾ നമുക്കൊരു പ്രതി നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. പ്രതിയെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ നമ്മൾ പിടിച്ചത് കൊല്ലത്തിനാണ്. ഇന്ന് രാവിലെയാണ് നമ്മുടെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ഇയാളെ ചോദ്യം ചെയ്ത് മൊത്തം കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് നമുക്ക് മനസ്സിലായി പ്രൈമ ഫേസ് ഇയാൾ തന്നെയാണ് കൊച്ചിയെ കൊണ്ടുപോയതെന്ന് മനസ്സിലായി. അയാളെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ബേസിക്കലി ഈ ഒരു നാടോടി ആയിട്ടുള്ള ഒരു ഫാമിലീസ് ബ്രഹ്മോസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പേരൻസ് കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈ പെൺകൊച്ചിയെ ഇയാൾ അവിടേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് അബ്ഡക്റ്റ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്തേക്ക് പോയിട്ട് ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും അതുപോലെ തന്നെ ഇയാൾ കൊച്ചിയെ വായി കുത്തിപ്പിടിച്ച് കരയുമ്പോൾ വായി കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നെന്നും ഇയാൾ പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ പോയ സ്ഥലങ്ങളും നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ആ കൊച്ചിയെ അവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ ഇയാൾ കറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ വളരെ ഞാൻ ഈ ചുരുക്കം പറഞ്ഞെങ്കിലും ഈ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് നമ്മൾ ശ്രമങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലെ ഉള്ള ടീം അംഗങ്ങളുടെ പേര് ഞാൻ വായിക്കാം. DCP ലോ ആൻഡ് ഓർഡർ നിതിൻ രാജാണ് ഇതിൻ്റെ മൊത്തം ഡിറ്റക്ഷൻ്റെ ലീഡർഷിപ്പ് വഹിച്ചത്. DCPയുടെ കൂടെയുള്ള സ്പെഷ്യൽ ടീമിൻ്റെ പേര് ഞാൻ വായിക്കാം. ശ്രീ ഉമേഷ് സബ് ഇൻസ്പെക്ടർ, ശ്രീ സാബു GASI, ശ്രീ ഷംനാദ് SCPO, ശ്രീ വിനോദ്, ശ്രീ അജിത് കുമാർ, ശ്രീ വിനോദ് S, ശ്രീ രഞ്ജിത്ത് MC, ശ്രീ രാജീവ് കുമാർ, ശ്രീ ഷിബു, ശ്രീ ദീപുരാജ്, SHO ശ്രീജിത്ത്, SI അഭിലാഷ് ആൻഡ് സന്തോഷ് ആൻഡ് ACP ശംഖുമുഖം ശ്രീ രാജപ്പൻ. ഇത്രയും വലിയ ടീം ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു.